ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് TNTU പ്രൊവൈഡ് ചെയ്യുന്ന BEd കോഴ്സിൻ്റെ രണ്ടാമത്തെ സെമിസ്റ്ററിലെ ചൈൽഡ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഒന്നാമത്തെ യൂണിറ്റായ കൺസെപ്റ്റ് ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആണ്. സോ അധികം സമയം കളയാതെ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് കിടക്കാം. എന്താണ്, ആരാണ് ഒരു ചൈൽഡ്? വാട്ട് ഈസ് എ ചൈൽഡ്? In the biological sciences, a child is usually defined as a person between birth and puberty or between the developmental period of infancy and puberty. Legally, the term child may refer to anyone below the age of majority or some other age limit. എന്താണ് അല്ലെങ്കിൽ ആരാണ് ഒരു ചൈൽഡ്? ബയോളജിക്കൽ സയൻസ് പ്രകാരം ചൈൽഡ് എന്ന് പറയുന്നത് ജനനത്തിനും പ്യൂബർട്ടിക്കും ഇടയിലുള്ള സ്റ്റേജിലുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇൻഫാൻസിക്കും പ്യൂബർട്ടിക്കും ഇടയിൽ മെന്റൽ ഗ്രോത്ത് ഉള്ള ഗ്രൂപ്പിനെയാണ് ചൈൽഡ് എന്ന് പറയുന്നത്. ബട്ട് ലീഗലി സംസാരിക്കുകയാണെങ്കിൽ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് എനിവൺ ബിലോ ദ ഏജ് ഓഫ് എ മെജോറിറ്റി ഓർ സം അതർ ഏജ് ലിമിറ്റ്. ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റിന് താഴെയുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ചൈൽഡ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു UNCRC, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. UNCRC ഒത്തിരി പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് എന്താണെന്ന് പിന്നെ പഠിക്കും. സോ വാട്ട് ഈസ് UNCRC? യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദി റൈറ്റ്സ് ഓഫ് ചൈൽഡ്. അക്കോർഡിംഗ് ടു UNCRC, a child is defined as any individual below the age of 18 years. 18 വയസ്സിന് താഴെയുള്ള എനി ഇൻഡിവിജ്വലിനെ നമുക്ക് ചൈൽഡ് എന്ന് വിളിക്കാമെന്നാണ് UNCRC പറയുന്നത്. ഇതൊരു ഫൗണ്ടേഷൻ ആണ്. The definition of child can vary across jurisdiction and can cover different aspects such as protection, education, labor and criminal responsibility. സോ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ ഏജ് 18 ഇയേഴ്സ് ഓഫ് ഏജിന് താഴെയുള്ളത് എന്ന് പറയുന്ന ആ ഏജ് ലിമിറ്റ് മേ വേരി, അത് മാറാനുള്ള ചാൻസ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ജൂരിഡിക്ഷൻ ആൻഡ് ദ ആസ്പെക്ട്. ലൈക്ക് ഇപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ്റെ കേസിൽ ഇത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ്റെ കേസിൽ ഇത്ര വയസ്സുള്ള താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിമിലർലി ലേബറിൻ്റെ കേസിലും ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയുടെ കേസിലെല്ലാം ഇതിന് വേരിയേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് അറ്റ് ദി എൻഡ് ഓഫ് ദ മൊഡ്യൂള് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ചിൽഡ്രൻ. സോ ഇൻ ഏൻഷ്യന്റ് റോം, ചിൽഡ്രൻ ആർ കൺസിഡേർഡ് ആസ് പ്രോപ്പർട്ടി ഓഫ് ദെയർ ഫാദർ. ഇപ്പൊ പണ്ട് കാലങ്ങളിൽ റോമില് കുട്ടികളെ അവരുടെ അച്ഛന്മാരുടെ സ്വകാര്യ സ്വത്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ മാതാവിന് കുട്ടിയുടെ മുകളിൽ യാതൊരു അധികാരവും അവകാശവും ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോൾ പ്രോപ്പർട്ടി ആയിരുന്നു ചൈൽഡ് എന്ന് പറയുന്നത്. In ancient Greece, education and physical training were highly valued for both girl and boy. പണ്ട് കാലങ്ങളിൽ പക്ഷെ ഗ്രീസിൽ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഫിസിക്കൽ ട്രെയിനിങ് ലൈക്ക് കുതിര സവാരി, വാൽപ്പയറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ആയ സമയത്ത് യൂറോപ്യൻ കൺട്രീസിൽ ചിൽഡ്രൻ വെർ വ്യൂഡ് ആസ് മിനിയേച്ചർ അഡൾട്ട് ഹു വെർ എക്സ്പെക്റ്റഡ് ടു കോൺട്രിബ്യൂട്ട് ഫോർ ദ ഫാമിലീസ് ലൈവ്ലിഹുഡ്. അന്നത്തെ കാലത്ത് ഒത്തിരി ദാരിദ്ര്യവും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പുള്ള സമയമാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പീരീഡ് ആയിരുന്നു. ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ, ചെറിയ കുട്ടികളെ ദേ വെർ കൺസിഡേർഡ് ആസ് എ മിനിയേച്ചർ അഡൾട്ട്, ഒരു ചെറിയ മുതിർന്ന ആൾ എന്നാണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിയുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. In the 17th and 18th centuries, the concept of nurturing and educating children emerged. എന്നാൽ 17-ാം നൂറ്റാണ്ടിനോടും 17-ാം നൂറ്റാണ്ടിൻ്റെയും കാലഘട്ടമായപ്പോഴേക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിൻ്റെയും അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കുന്നതിൻ്റെയും ആവശ്യകത, ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ആൾക്കാർക്കിടയിൽ ഉണ്ടാവാൻ തുടങ്ങി. ഇൻ 20th century, there were growing recognition of child right and protection. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ റൈറ്റ്സിനോടും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ആവശ്യകതയെ പറ്റിയിട്ടും ഒരു വലിയ തിരിച്ചറിവ്
ഉണ്ടായി തുടങ്ങി. The United Nations Convention on the Rights of the Child, adopted in 1989, outlined the fundamental rights of children, including the right to live, health, education, and protection from abuse and exploitation. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ 1989 റൈറ്റ് ഓഫ് ദി ചൈൽഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതൊരു കൺവെൻഷനാണ്, അഡോപ്റ്റ് ചെയ്യുന്നു. സോ അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇറ്റ് ടോക്സ് അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. കുഞ്ഞുങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. എന്തിനൊക്കെ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു ഹെൽത്ത്, ഒരു നല്ല ഹെൽത്ത് അവർക്ക് റിസീവ് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഫ്രം അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. Nowadays, or in today's times, children are considered as vulnerable. There are physical vulnerability, cognitive vulnerability, emotional vulnerability, dependency, and lack of power and agency. സോ ഇന്നത്തെ കാലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കൺസിഡർ ചെയ്യുന്നത് ദുർബലരായിട്ടാണ്. അവർ സ്ട്രെങ്ത് ഉള്ളവരല്ല, അവർ വളരെ വീക്കാണ്, ദുർബലരാണ്, അവരെ നമുക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് വൾനറബിലിറ്റീസ് ആണ് നമ്മൾ അവരിൽ കാണുന്നത്? First one, physical vulnerability. The child's body is in the developing stage. They have less strength and resilience, which can make them vulnerable to accidents, abuse, and neglect. കുഞ്ഞുങ്ങളുടെ ബോഡി ഈസ് നോട്ട് സ്ട്രോങ് ലൈക്ക് എ അഡൾട്ട് മാൻ. ഒരു മുതിർന്ന പൗരൻ്റെ അത്രയും സ്ട്രോങ് അല്ല, അവർ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അറ്റാക്ക് നേരിടുമ്പോഴോ ഒരു അബ്യൂസ് നേരിടുമ്പോഴോ അവർക്കത് ചെറുത്ത് നിൽക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഫിസിക്കലി അവർ വൾനറബിൾ ആണ്, ഫിസിക്കലി അവർ ദുർബലരാണ് എന്ന് പറയുന്നു. Cognitive vulnerability. Children's cognitive abilities are also developing, and they may lack the knowledge, understanding, and critical thinking skill to navigate complex situations and decisions. Hence, their cognitive immaturity can be vulnerable to manipulation, exploitation, and abuse. സോ എന്താണ് കോഗ്നേറ്റീവ് വൾനറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ ശാരീരികപരമായി മാത്രമല്ല ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ളത്, അവർ മാനസികപരമായും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുവാണെങ്കിൽ, ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവിടെ എങ്ങനെ ഡിസിഷൻ എടുക്കണ്ടേ, അവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ലൈക്ക് ഒരു ബാഡ് ടച്ച് ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയില്ല. കാരണം അവരുടെ മെൻ്റലി അവർ അത്രയും ഡെവലപ്ഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അബ്യൂസ് ചെയ്യാനും സാധിക്കും. സോ അതുകൊണ്ട് നമുക്ക് പറയാം കുഞ്ഞുങ്ങൾക്ക് മാനസികമായി അവർ ദുർബലരാണ്. കോഗ്നിറ്റീവ് വൾനറബിലിറ്റി അവർക്കുണ്ട്. ദെൻ തേർഡ് വൺ, ഇമോഷണൽ വൾനറബിലിറ്റി. Children may not have developed the emotional resilience to deal with stress, trauma, and adversity. They may be more easily overwhelmed by negative experiences, which can have long-lasting experiences or effects on their mental and emotional well-being. കുഞ്ഞുങ്ങൾ ഇമോഷണലിയും വൾനറബിൾ ആണ്, ദുർബലരാണ്. എന്തുകൊണ്ടാണ് അവർ ഇമോഷണലി വൾനറബിൾ? ഓൾറെഡി നമ്മൾ പറഞ്ഞു, അവർക്ക് മെൻ്റൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് ഇമോഷണൽ റെസിലിയൻസ് ഉണ്ടായിരിക്കില്ല ടുവേർഡ്സ് സ്ട്രെസ്, ട്രോമ ആൻഡ് അഡ്വേഴ്സിറ്റി. ഒരു സ്ട്രെസ് വന്നാലോ ഒരു ട്രോമ ഉണ്ടായാലോ ഒരു അഡ്വേഴ്സിറ്റി ഉണ്ടായാലോ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വളർച്ച അവരിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ട്രോമ ഒരുപാട് കാലത്തേക്ക് അവർ മുതിർന്ന കുഞ്ഞുങ്ങളായതിനു ശേഷവും വലിയ പൗരന്മാരായതിനു ശേഷം അവർക്കുള്ളിൽ തന്നെ നിൽക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കുട്ടികൾ children are emotionally vulnerable. And then dependency. Children depend on adults for their care, protection, and support. They depend on adults to meet their basic needs, safety, and nurturing environment, etc. Hence, it makes them vulnerable to
ട്രീറ്റ്മെൻറ്റ് ആൻഡ് നെഗ്ലക്റ്റ്. കുഞ്ഞുങ്ങൾക്ക് തനിയെ ചിൽഡ്രൻ തനിയെ വളരാൻ കഴിയില്ല അല്ലെ, അവർക്ക് തനിയെ പോയി പുറത്ത് പോയി ഫുഡ് വാങ്ങി കഴിക്കാനോ അവരുടേതായ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. ദേ ഡിപ്പെൻഡ് കംപ്ലീറ്റ്ലി ഓൺ എ അഡൾട്ട്. ഇറ്റ് ക്യാൻ ബി എ കെയർ ടേക്കർ, ഇറ്റ് ക്യാൻ ബി ദ പാരന്റ്, ഓർ ഇറ്റ് ക്യാൻ ബി എ തേർഡ് പേഴ്സൺ. എന്ത് തന്നെ ആയാലും ഒരു മുതിർന്ന പൗരൻ്റെ അടുത്ത് ഡിപ്പെൻഡൻ്റ് ആണ് ചൈൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവര് മിസ്ട്രീറ്റ് ചെയ്യാനോ അവരെ നെഗ്ലക്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. Lack of power and agency. Lack of power and agency. Children may lack the ability to assert their right, advocate for themselves, make decisions that affect their lives. Hence, they may be vulnerable to exploitation, discrimination, and to violations of their rights. ചെറിയ കുട്ടികൾക്ക് ചിൽഡ്രന് അവർക്ക് ദേ ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി ടു ടോക്ക് ഓർ ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്, അഡ്വക്കേറ്റ് ഫോർ ദംസെൽവ്സ്. അവർ ഇപ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് കുഞ്ഞുങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോർ ദെയർ റൈറ്റ്, അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്ന് അവർക്ക് അറിയില്ല. അപ്പം അതിനുവേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. ദെൻ ദെയർ ഡിസിഷൻ മേക്കിംഗ് പവർ ഈസ് വെരി പുവർ. അങ്ങനത്തെ കേസസിൽ ഈ കുഞ്ഞുങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ കളറിൻ്റെയോ സെക്സിൻ്റെയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ ഉള്ള ചാൻസസ് കൂടുതലാണ്, വിച്ച് ആർ വയലേഷൻസ് ഓഫ് ദെയർ റൈറ്റ്. Okay, so because of these 5 factors, we consider children are vulnerable. There are physical vulnerability, cognitive vulnerability, emotional vulnerability, dependency, and lack of power and agency. Now let's talk about the common myth about children. We think or we believe blindly that all children are innocent. It's not like that. Each children is of different range of behavior and emotion, so they are not completely or all children are not innocent. കുട്ടികൾ എല്ലാവരും ഇന്നസെന്റ് ആണ് എന്ന് പറയുന്നത് ഒരു മിത്താണ്. ചിൽഡ്രൻ ആർ ഫ്രജൈൽ, പെട്ടെന്ന് തകർന്നു പോകുന്നവരാണ് കുട്ടികൾ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. Children are blank states. Children are naturally obedient. Children are all the same. Children are manipulative. Children are sole responsibility of their parent. ചിൽഡ്രൻ ആർ ഫ്രജൈൽ, എല്ലാ കുട്ടികളും പെട്ടെന്ന് തകർന്നു പോകുന്നവരാണ് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ഡു പോസസ് റിമാർക്കബിൾ റെസിലിയൻസ് ആൻഡ് അഡാപ്റ്റബിലിറ്റി. ചിൽഡ്രൻ ആർ ബ്ലാങ്ക് സ്റ്റേറ്റ്. ഇതോ അവർ താമസിക്കുന്ന എൻവയോൺമെന്റ് അവർക്കുള്ളിലുണ്ടാകുന്ന ക്യാരക്ടറിനെയും അവരുടെ മോറൽ വാല്യൂസിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കൂടെയും കുട്ടികൾക്ക് ബൈ ബർത്ത് തന്നെ അവരുടെ ജീൻ വഴി കിട്ടുന്ന ചില ക്യാരക്ടേഴ്സ് എല്ലാം ഉണ്ടായിരിക്കും. സോ വി കനോട്ട് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ദാറ്റ് ചിൽഡ്രൻ ആർ ബ്ലാങ്ക് സ്റ്റേറ്റ്സ്. ആൻഡ് ഡു യു നോ ഓൾ ചിൽഡ്രൻസ് ആർ നോട്ട് ഒബീഡിയൻറ്റ് ബൈ നേച്ചർ. ഒബീഡിയൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. Children are all the same, and this also we all know that all our children are not same. Even the twins of the same mother is not the same. അവരുടെ ക്യാരക്ടറിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ചിൽഡ്രൻ ആർ മാനിപ്പുലേറ്റീവ്. ചിൽഡ്രന് തിങ്കിങ് കപ്പാസിറ്റി ഒന്നുമില്ല, അവരെ പെട്ടെന്ന് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നതും ഇറ്റ്സ് നോട്ട് 100% റൈറ്റ്. Children are sole responsibility of their parent. No, according to the UN, every children is an individual. അവർക്ക് അവരുടേതായ അവരുടെ ബോഡിയും അവരുടെ മൈൻഡും അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ പാരന്റ്. ഒരു കുഞ്ഞിൻ്റെ മുകളിലുള്ള കംപ്ലീറ്റ് അധികാരം പാരന്റിന് മാത്രമല്ല, ആ സ്റ്റേറ്റിനുണ്ട്, ആ കൺട്രിക്കുണ്ട്, ആൻഡ് ദ എൻറ്റയർ വേൾഡിനുണ്ട്. സോ ചിൽഡ്രൻ ഈസ് നോട്ട് എ സോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരന്റ്. ഇത്രയാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വിൽ സ്റ്റാർട്ട് വിത്ത് UNCRC. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ ആൻഡ് ഐ വിൽ ബി ആൻസറിങ് യുവർ ഡൗട്ട്സ്. താങ്ക് യു.